വൈവിധ്യമാർന്ന കാഴ്ചകളുമായി ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ എക്സിബിഷനുകൾക്ക് തുടക്കമായി. ലൈഫ് സയൻസ് എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് എക്സിബിഷനുകൾക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ നിമിഷവും വികസിക്കുന്ന അനന്തവിശാലതയിലാണ് പ്രദർശനത്തിന്റെ കാഴ്ചകൾ. ആദിയിൽ ഒരു മഹാവിസ്ഫോടനം, അതിന്റെ അവശേഷിപ്പുകളിൽ നിന്ന് നക്ഷത്ര സമൂഹങ്ങളും അവയെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളും ഉരുവം കൊണ്ടു. അനന്തകോടി നക്ഷത്ര സമൂഹങ്ങളിലൊന്നിൽ ആകാശഗംഗയിൽ ഭൂമിയുടെ പിറവി. ഭൂമിയിൽ മഞ്ഞുരുകി ജലവും ജലത്തിൽ നിന്ന് ജീവനും ഉയരെടുത്തു. ജീവന്റെ രഹസ്യമെന്തെന്ന് അന്വേഷിക്കുകയാണ് സയൻസ് ഫെസ്റ്റിവലിലെ എക്സിബിഷനുകൾ. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശാസ്ത്രത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത് ബയോളജി സെൽ ഡിവിഷൻ ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പരിണാമത്തിൻ്റെ നിഗൂഢതകളിലേറി ആദിമകോശത്തിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്ക് ജീവന്റെ യാത്രകൾക്കൊപ്പം പ്രദർശനവേദിയിലെ കാഴ്ചകളും സഞ്ചരിക്കുന്നു. ഗ്ലാസിൻ്റെ അകത്ത് ആ ഒരു വേറൊരു സ്പേസിൽ ഇരുന്ന ഒരു ഫീൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പടം വരച്ച് വെച്ചേക്കുന്നതൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പരിണാമത്തിന്റെ രഹസ്യങ്ങളെ ചുരുളടിച്ച് ഡാർവിൻ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് സഞ്ചരിച്ച HMS ബീഗിൾ എന്ന കപ്പലിന്റെ നേർപകർപ്പ്. 23-ാം വയസ്സിൽ ലോകത്തിന്റെ കാഴ്ചയെ തിരുത്തിയ കണ്ടെത്തലുകൾ. ഡാർവിന്റെ വെളിപാടുകൾക്ക് പിന്നാലെ സഞ്ചരിച്ച ശാസ്ത്രം പരിണാമത്തിന്റെ വഴികളെ തെളിച്ചെടുത്തു. മനുഷ്യനു മുമ്പ് ഭൂമിയിൽ വാണരുളിയ ദിനോസറുകൾ എന്ന അപൂർവ വംശം. അറിയുവാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹം അന്തരീക്ഷത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ച് ഗോളാന്തര യാത്രകൾ നടത്തുന്ന കാലത്തേക്ക് പ്രദർശനം ചെന്നെത്തുന്നു. അണ്ഡകടാഹങ്ങളെ സൃഷ്ടിച്ച ദ ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനം മുതൽക്ക് പരിണാമത്തിന്റെ അനന്തവർഷങ്ങൾ പിന്നിട്ടെത്തിയ ജീവന്റെ അവസാന തുടിപ്പ് വരെ പ്രപഞ്ചരഹസ്യങ്ങളെ സാധാരണക്കാരന്റെ ഭാഷയിൽ വർണ്ണിക്കുകയാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലെ പ്രദർശനങ്ങൾ. ബിജു മടവൂരിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.